ഹായ് ഹലോ ഓൾ. എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂറോപ്യന്മാരുടെ ആഗമനം, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യം. ഈ 2 ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ്. വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യത്തിൽ നിന്ന് ഏത് ചോദ്യം വേണമെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റ വാക്കിലോ ഉള്ള ഉത്തരമായിട്ടുള്ള ചോദ്യങ്ങളായിട്ടോ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്താൻ കണ്ടെത്തിയ കടൽ മാർഗം ഏത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. വാസ്കോഡ ഗാമ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. വാസ്കോഡ ഗാമ ഇന്ത്യയിലെത്താൻ കണ്ടെത്തിയ കടൽ മാർഗം ഏത്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ദെൻ അടുത്ത്, വാസ്കോഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് എവിടെയായിരുന്നു? നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ഉത്തരമാണത്. കാപ്പാട് എന്ന സ്ഥലം, കോഴിക്കോട് കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയ സ്ഥലം കാപ്പാടാണ്. വാസ്കോഡ ഗാമയുടെ കപ്പലിൻ്റെ പേരെന്തായിരുന്നു? വാസ്കോഡ ഗാമയുടെ കപ്പലിൻ്റെ പേര് സെയിൻറ്റ് ഗബ്രിയേൽ. സെയിൻറ്റ് ഗബ്രിയേൽ എന്നായിരുന്നു വാസ്കോഡ ഗാമയുടെ കപ്പലിൻ്റെ പേര്, സെയിൻറ്റ് ഗബ്രിയേൽ. അടുത്ത്, കിഴക്കിലെ ആദ്യ പോർച്ചുഗീസ് ഗവർണർ ആരായിരുന്നു? കിഴക്കൻ ദേശങ്ങളിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഗവർണർ ആരായിരുന്നു? അൽമേഡ. അൽമേഡയാണ് ആദ്യ പോർച്ചുഗീസ് ഗവർണർ കിഴക്കൻ ദേശങ്ങളിലെ. അൽമേഡയുടെ പോളിസിയുടെ പേരെന്താണ്? അൽമേഡയുടെ പോളിസിയുടെ പേര് ബ്ലൂ വാട്ടർ എന്നാണ്. ഓർത്തിരിക്കുക, ബ്ലൂ വാട്ടർ പോളിസി എന്നാണ് അൽമേഡയുടെ പോളിസി അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം വരുന്നത്, പോർച്ചുഗീസുകാർ 1507 എത്തിച്ചേർന്ന നഗരം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം മദ്രാസ് ആണ്. 1507 അവർ മദ്രാസിൽ എത്തിപ്പെട്ടു. ഓർത്തിരിക്കുക. ഇന്ത്യയിലെ പോർച്ചുഗീസ് അധികാരത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനായിട്ട് ആരെ കരുതുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പോർച്ചുഗീസ് അധികാരത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ആൽബുക്കർക്കെയാണ് ഇന്ത്യയിലെ പോർച്ചുഗീസ് അധികാരത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനായിട്ട് കരുതപ്പെടുന്നത്. ആൽബുക്കർക്ക മാറ്റാൻ ശ്രമിച്ച ആചാരം ഏത് എന്ന് ഒരു ചോദ്യമുണ്ട്. അത് യഥാർത്ഥത്തിൽ സതിയെ സംബന്ധിച്ചുള്ള ഒരു മാറ്റം ആൽബുക്കർക്ക ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പോർച്ചുഗീസും ഇന്ത്യക്കാരും തമ്മിൽ ആൽബുക്കർക്ക പ്രോത്സാഹിപ്പിച്ചത് എന്താണ്? ആൽബുക്കർക്ക ഇന്ത്യക്കാരും പോർച്ചുഗീസുകാരും തമ്മിലുള്ള വിവാഹ ബന്ധത്തെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് അത് പ്രോത്സാഹിപ്പിച്ചിരുന്നു ആൽബുക്കർക്കെ. കേരളത്തിലെ പോർച്ചുഗീസ് മതനയത്തിൻ്റെ പേരെന്താണ്? ലാറ്റിൻ വൽക്കരണം അല്ലെങ്കിൽ ലാറ്റിനീകരണം. കേരളത്തിലെ പോർച്ചുഗീസ് മതനയത്തിൻ്റെ പേര് എന്തായിരുന്നു? ലാറ്റിൻ വൽക്കരണം, ലാറ്റിനീകരണം. അടുത്ത ചോദ്യം വരുന്നത്, ഡച്ചുകാർ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് ഇന്ത്യയിൽ എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് മസൂലിപട്ടണം ആണ്. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത് എന്നാണ്. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത് 1663 1663 വർഷം ഓർത്തിരിക്കുക. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷമാണ്. അടുത്തത്, മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചത് എവിടെ വെച്ചാണ്? കുളച്ചിൽ വെച്ചാണ്. കുളച്ചിൽ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചത്. ദെൻ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല പേരെന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല പേര് ജോൺ കമ്പനി എന്നാണ്. ഉത്തരം വരുന്നത് ജോൺ കമ്പനി എന്നാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല പേര് ജോൺ കമ്പനി എന്നായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഔദ്യോഗികമായി സ്ഥാപിതമായ വർഷം ഏത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഔദ്യോഗികമായി സ്ഥാപിതമായ വർഷം 1600 ആണ്. 1600 ആണ്ടിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഔദ്യോഗികമായിട്ട് സ്ഥാപിതമായിട്ടുള്ളത്. അതിൻ്റെ ആദ്യകാല പേരെന്തായിരുന്നു? ജോൺ കമ്പനി എന്നായിരുന്നു. സൂരത്തിൽ എത്തിച്ചേർന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പലിൻ്റെ പേരെന്താണ്? ആ കപ്പലിൻ്റെ പേര് ഹെക്ടർ എന്നാണ്. സൂരത്തിൽ എത്തിച്ചേർന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പലിൻ്റെ പേര് ഹെക്ടർ എന്നാണ്. ഇംഗ്ലീഷ് രാജാവായ ജെയിംസ് ഒന്നാമൻ്റെ ആദ്യത്തെ ഇന്ത്യയിലെ ദൂതൻ ആരായിരുന്നു? ആദ്യ ഇന്ത്യ ദൂതൻ ആരായിരുന്നു? സർ തോമസ് റോ. ഉത്തരം ഓർത്തിരിക്കുക, സർ തോമസ് റോ. കൽക്കത്ത നഗരം സ്ഥാപിച്ചത് ആരാണ്? ജോബ് ചാർണോക്കാണ് കൽക്കത്ത നഗരം സ്ഥാപിച്ചത്. ഫ്രഞ്ചുകാർ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് ഇന്ത്യയിൽ എവിടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രഞ്ചുകാർ ആദ്യമായി ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ചത് സൂറത്തിലാണ്. ഫ്രഞ്ചുകാർ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് ഇന്ത്യയിൽ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം സൂററ്റ് എന്നാണ്. നമ്മൾ നേരത്തെ ഡച്ചുകാർ
ഡച്ചുകാർ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരം വരുന്നത് മസൂലി പട്ടണം എന്നാണ്. ഓർത്തിരിക്കുക. ഫ്രഞ്ചുകാർ അപ്പോൾ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ്. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ പോണ്ടിച്ചേരിയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ ആരാണ്? ഫ്രാൻസിസ് മാർട്ടിൻ. ഫ്രാൻസിസ് മാർട്ടിനാണ് പോണ്ടിച്ചേരിയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ. ഫ്രഞ്ച് ഗവർണറായി എത്തിയതോടെ ഇംഗ്ലീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും ഇടയിൽ സംഘർഷം ആരംഭിച്ചത് ആരുടെ വരവോടെയാണ് എന്നാണ് ചോദിച്ചത്. ഡുപ്ലക്സിൻ്റെ വരവോടുകൂടിയാണ് ഫ്രഞ്ച് ഗവർണറായി എത്തിയതോടെയാണ് ഇംഗ്ലീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും ഇടയിൽ സംഘർഷം ആരംഭിച്ചത്. ദക്ഷിണ ഇന്ത്യയിലെ ഫ്രഞ്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും തമ്മിലുണ്ടായിട്ടുള്ള ആദ്യ യുദ്ധത്തിൻ്റെ പേരെന്താണ്? കർണാടക യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിലുണ്ടായിട്ടുള്ള ആദ്യ യുദ്ധത്തിൻ്റെ പേര് കർണാടക യുദ്ധം. 1748 ആദ്യ കർണാടക യുദ്ധം അവസാനിപ്പിച്ച സന്ധിയുടെ പേരെന്താണ്? ആ സന്ധിയുടെ പേര് എക്സ്ലാ ചാപ്പൽ എന്നാണ്. എക്സ്ലാ ചാപ്പൽ. 1760 ഫ്രഞ്ച് ജനറൽ ലാലിയെ തോൽപ്പിച്ച യുദ്ധം ഏതാണ്? അത് വാണ്ടിവാഷ് യുദ്ധത്തിലാണ് ഫ്രഞ്ച് ജനറൽ ലാലി തോൽപ്പിക്കപ്പെട്ടത് 1760. പ്ലാസി യുദ്ധം നടന്നത് ഏത് വർഷമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം 1757. പ്ലാസി യുദ്ധം നടന്നത് 1757. പ്ലാസി യുദ്ധത്തിൻ്റെ സമയത്ത് ബംഗാളിലെ നവാബ് ആരായിരുന്നു? പ്ലാസി യുദ്ധത്തിൻ്റെ സമയത്ത് ബംഗാളിലെ നവാബ് സിറാജുദ്ദൗളയായിരുന്നു. ഈ പ്ലാസി യുദ്ധം തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ബ്രിട്ടീഷുകാരുടെ ഒരു മേൽക്കോയ്മയ്ക്ക് കാര്യമായിട്ട് സഹായിച്ച യുദ്ധം. അപ്പോൾ 1757 എന്ന് പറയുന്ന ആ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഓർത്തിരിക്കുക. പ്ലാസി യുദ്ധത്തിൻ്റെ സമയത്ത് ബംഗാളിലെ നവാബ് ആരായിരുന്നു? സിറാജുദ്ദൗള. പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാളിൻ്റെ ആദ്യ ഗവർണർ ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആണ് പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാളിൻ്റെ ആദ്യ ഗവർണർ. വെല്ലസ്ലി ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാക്കാൻ ഉപയോഗിച്ച സിസ്റ്റം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സബ്സിഡറി അലയൻസ്. ഓർത്തിരിക്കുക. വെല്ലസ്ലിയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാക്കാൻ ഉപയോഗിച്ച സിസ്റ്റമാണ് സബ്സിഡറി അലയൻസ്. സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ ആദ്യം ചേർന്ന ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സബ്സിഡറി അലയൻസിൽ ആദ്യമായി ചേർന്നത് ഹൈദരാബാദിൻ്റെ നിസാമായിരുന്നു. ഇവിടെ ഇന്ത്യൻ സംസ്ഥാനം എന്നല്ല ശരിക്കും പറയേണ്ടത്, ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളായിട്ടാണ് അന്നുണ്ടായിരുന്നത്. വെല്ലസ്ലി ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാക്കി ഉപയോഗിച്ച സിസ്റ്റം എന്നാണ് ശരിക്കും ചോദിക്കേണ്ടത്. സബ്സിഡറി അലയൻസ് സിസ്റ്റത്തിൽ ആദ്യം ചേർന്ന ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു? ഹൈദരാബാദിൻ്റെ നിസാമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അക്ബർ ആരാണ്? ലോർഡ് വെല്ലസ്ലിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അക്ബർ എന്ന് അറിയപ്പെടുന്നത്. ബംഗാൾ, ബീഹാർ, ഒറീസ, മദ്രാസ് ജില്ലകളിൽ സ്ഥിരവരി സിസ്റ്റം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് കോൺവാലിസ് ആണ് സ്ഥിരവരി സിസ്റ്റം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ബോംബെ, മദ്രാസ്, ആസാം എന്നിവിടങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വരി സിസ്റ്റം ഏതായിരുന്നു? റയത്ത് വാരി സിസ്റ്റം. ബോംബെ, മദ്രാസ്, ആസാം എന്നിവിടങ്ങളിൽ റയത്ത് വാരി സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ബംഗാൾ, ബീഹാർ, ഒറീസ, മദ്രാസ് ജില്ലകളിൽ സ്ഥിരവരി സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. മഹൽവാരി സിസ്റ്റം അവതരിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അവധിലാണ് മഹൽവാരി സിസ്റ്റം അവതരിപ്പിക്കപ്പെട്ടത്. 1784 ബംഗാളിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാറൻ ഹേസ്റ്റിങ്സ് ആണ് 1784 എന്ന് പറഞ്ഞ വർഷം ഓർത്തിരിക്കുക. ബംഗാളിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ട വർഷം 1784. വാറൻ ഹേസ്റ്റിങ്സ്. അധികാര വിഭജനം അടിസ്ഥാനമാക്കി ലോർഡ് കോൺവാലിസ് അവതരിപ്പിച്ച കോഡ് ഏതാണ്? കോൺവാലിസ് കോഡ് അധികാര വിഭജനം അടിസ്ഥാനമാക്കി ലോർഡ് കോൺവാലിസ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. 1829 സതി നിരോധനം ചെയ്തത് ആരാണ്? ലോർഡ് വില്യം ബെൻഡിക് 1829 സതി നിരോധനം നടപ്പിലാക്കിയത്. 1829 വർഷം ഓർത്തിരിക്കുക. ഇന്ത്യയെ നിയന്ത്രിക്കാൻ ലോർഡ് വെല്ലസ്ലി അവതരിപ്പിച്ച സിസ്റ്റം ഏതാണ്? സബ്സിഡറി അലയൻസ്. ലോർഡ് വെല്ലസ്ലി കൊണ്ടുവന്നിട്ടുള്ളതാണ് സബ്സിഡറി അലയൻസിനെ സംബന്ധിച്ച് നമ്മൾ
വേറൊരു ആ, ചോദ്യം നമ്മളിവിടെ ആ, ചോദിച്ചിരുന്നു. സബ്സിഡിയറി അലയൻസ് സിസ്റ്റത്തിൽ ആദ്യം ചേർന്ന ഇന്ത്യൻ ഭരണാധികാരി ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. ഹൈദരാബാദിലെ നിസാം. അത് നമ്മൾ പറഞ്ഞു. ഇവിടെ എന്താണ് സബ്സിഡിയറി അലയൻസിനെ സംബന്ധിച്ചുള്ളത്? ഇന്ത്യയെ നിയന്ത്രിക്കുക ലോർഡ് വെല്ലസ്ലി അവതരിപ്പിച്ച സിസ്റ്റം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം സബ്സിഡിയറി അലയൻസ്. 1809 ലോർഡ് മിൻറ്റോ രഞ്ജിത് സിംഗുമായി ഒപ്പിട്ട സന്ധി ഏതാണ്? അമൃത്സർ സന്ധിയാണ്. അമൃത്സർ സന്ധിയിലാണ് ലോർഡ് മിൻറ്റോ, രഞ്ജിത് സിംഗ് എന്നിവർ ഒപ്പിട്ടിരിക്കുന്ന വർഷം 1809. 1833 ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായി നിയമിതനായത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോർഡ് വില്യം ബെൻറ്റിക്കാണ്. ലോർഡ് വില്യം ബെൻറ്റിക്കാണ് 1833 ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറലായിട്ട് നിയമിതനായിട്ടുള്ളത് ലോർഡ് വില്യം ബെൻറ്റിക്. പ്രസ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയതിന് പ്രസ് ലിബറേറ്റർ എന്നറിയപ്പെടുന്ന ആൾ ആരാണ്? സർ ചാൾസ് മെറ്റ്കാൽഫാണ്. സർ ചാൾസ് മെറ്റ്കാൽഫാണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തോട് ചേർക്കാൻ ലോർഡ് ഡെൽഹൌസി അവതരിപ്പിച്ച നയം ഏതാണ്? ഉത്തരം വരുന്നത് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. 1854 ചാൾസ് വുഡ് തയ്യാറാക്കിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വുഡ്സ് ഡെസ്പാച്ച് എന്നാണ് അറിയപ്പെടുന്നത്. വർഷം ഓർത്തിരിക്കുക, 1854. 1854 ചാൾസ് വുഡ് തയ്യാറാക്കിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പേര് വുഡ്സ് ഡെസ്പാച്ച് എന്നാണ് പറയുന്നത്. ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോകണം. ഏതൊക്കെയാണ് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ? ഓർത്തെടുത്ത് പോവാം. വാസ്കോഡഗാമ ഇന്ത്യയിലെത്താൻ കണ്ടെത്തിയ കടൽ മാർഗം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. വാസ്കോഡഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് കാപ്പാടാണ്. വാസ്കോഡഗാമയുടെ കപ്പലിൻ്റെ പേര് സെയിൻറ്റ് ഗബ്രിയേൽ എന്നാണ്. കിഴക്കിലെ ആദ്യ പോർച്ചുഗീസ് ഗവർണർ അൽമേഡയുടെ പോളിസിയുടെ പേര് ബ്ലൂ വാട്ടർ. പോർച്ചുഗീസ് 1507 എത്തിച്ചേർന്ന നഗരം മദ്രാസ്. ഇന്ത്യയിലെ പോർച്ചുഗീസ് അധികാരത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ ആൽബുക്കർക്കെ മാറ്റാൻ ശ്രമിച്ച ആചാരം സതി. ദെൻ പോർച്ചുഗീസുകാർ ഇന്ത്യക്കാർ തമ്മിൽ ആൽബുക്കർക്കെ വിവാഹം കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കേരളത്തിലെ പോർച്ചുഗീസ് മതനയത്തിൻ്റെ പേര് ലാറ്റിൻവൽക്കരണം. ഡച്ചുകാർ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് മസൂലിപട്ടണത്ത്. ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്തത് 1663. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചത് കുളച്ചലിൽ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല പേര് ജോൺ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഔദ്യോഗികമായി സ്ഥാപിതമായ വർഷം 1600. സൂററ്റിൽ എത്തിച്ചേർന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ കപ്പലിൻ്റെ പേര് ഹക്ടർ. ഇംഗ്ലണ്ട് രാജാവായ ജെയിംസ് ഒന്നാമൻ്റെ ആദ്യത്തെ ഇന്ത്യയിലേക്കുള്ള ദൂതൻ്റെ പേര് സർ തോമസ് റോ. കൽക്കത്ത നഗരം സ്ഥാപിച്ചത് ജോബ് ചാർണോഗ്. ഫ്രഞ്ചുകാർ ആദ്യമായി ഫാക്ടറി സ്ഥാപിച്ചത് ഇന്ത്യയിൽ സൂററ്റിൽ. പോണ്ടിച്ചേരിയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ ഫ്രാൻസിസ് മാർട്ടിൻ. ഫ്രഞ്ച് ഗവർണറായി എത്തിയതോടെ ഇംഗ്ലീഷുകാർക്കും ഫ്രഞ്ചുകാർക്കിടയിൽ സംഘർഷം ആരംഭിച്ച ഡുപ്ലക്സ് വന്നതോടുകൂടിയാണ്. ദക്ഷിണ ഇന്ത്യയിലെ ഫ്രഞ്ചുകാർക്കും ഇംഗ്ലീഷുകാർക്കും തമ്മിലുണ്ടായിട്ടുള്ള ആദ്യ യുദ്ധത്തിൻ്റെ പേര് കർണാടക യുദ്ധം. 1784 ആദ്യ കർണാടക യുദ്ധം എക്സ്ലാ ചാപ്പൽ വഴി എന്ന് പറയുന്ന സന്ധി വഴിയാണ് അവസാനിപ്പിച്ചത്. 1760 ഫ്രഞ്ച് ജനറലായിട്ടുള്ള ലാലി വാണ്ടിവാഷ് യുദ്ധത്തിൽ തോറ്റുപോയി. പ്ലാസി യുദ്ധം നടന്നത് 1757. പ്ലാസി യുദ്ധത്തിൻ്റെ സമയത്ത് ബംഗാളിലെ നവാബ് സിറാജുദ്ദൗള. പ്ലാസി യുദ്ധത്തിന് ശേഷം ബംഗാളിൻ്റെ ആദ്യ ഗവർണർ റോബർട്ട് ക്ലൈവ്. വെല്ലസ്ലി ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാക്കാൻ വേണ്ടി സബ്സിഡിയറി അലയൻസ് കൊണ്ടുവന്നു. സബ്സിഡിയറി അലയൻസ് സിസ്റ്റത്തിൽ ആദ്യം ചേർന്ന ഇന്ത്യൻ ഭരണാധികാരി ഹൈദരാബാദിൻ്റെ നിസാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അക്ബർ ലോർഡ് വെല്ലസ്ലി. ബംഗാൾ, ബീഹാർ, ഒറീസ, മദ്രാസ് ജില്ലകളിൽ സ്ഥിരവരി സിസ്റ്റം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് കോൺവാലിസ്. ബോംബെ, മദ്രാസ്, ആസാം എന്നിവിടയിൽ അവതരിപ്പിക്കപ്പെട്ട സിസ്റ്റമാണ് റേത്ത്വാരി സിസ്റ്റം. മഹൽവാരി സിസ്റ്റം അവതരിപ്പിക്കപ്പെട്ടത് അവധിലാണ്. 1784 ബംഗാളിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. ദെൻ അധികാര വിഭജനം അടിസ്ഥാനമാക്കി കോൺവാലിസ് കോഡ് കൊണ്ടുവന്നു. 1829 സതി നിരോധനം ചെയ്തത് ലോർഡ് വില്യം ബെൻറ്റിക്. ഇന്ത്യയെ നിയന്ത്രിക്കാൻ ലോർഡ് വെല്ലസ്ലി സബ്സിഡിയറി അലയൻസ് സിസ്റ്റം കൊണ്ടുവന്നു. 1809 ലോർഡ് മിൻറ്റോ രഞ്ജിത് സിംഗുമായിട്ട് ഒപ്പിട്ട സന്ധിയാണ് അമൃത്സർ സന്ധി. 1833 ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ലോർഡ് വില്യം ബെൻറ്റിക്.
പ്രസ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയതിന് പ്രസ് ലിബറേറ്റർ എന്നറിയപ്പെടുന്ന സർ ചാൾസ് മെറ്റ്കാഫ്. ദെൻ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തോട് ചേർക്കാൻ, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തോട് ചേർക്കാൻ ലോർഡ് ഡൽഹൌസി അവതരിപ്പിച്ച നയം ഡോക്ടറിൻ ഓഫ് ലാബ്സ്. 1854 ചാൾസ് വുഡ് തയ്യാറാക്കിയ വിദ്യാഭ്യാസ നയം വുഡ്സ് ഡിസ്പാച്ച്. ഇതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സജഷൻസ് എല്ലാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. താങ്ക് യു.